Excuse me, where is Korapan's house? ഇവന്റെ ഒരു കാര്യം എടാ, ഒരു കാട്ടിൽ സുന്ദരി പെണ്ണ് കണ്ട അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കണം. എടാ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്നും ധരിക്കരുത്. അല്ല ധരിച്ചോ. ഈ കോരപ്പൻ ചേട്ടനെ കാണാൻ എന്തൊരു വഴി? കാണുന്നു എന്തിനു പിടിക്കാനല്ലേ? ചുമ്മാ ഞങ്ങള് കോരപ്പൻ ചേട്ടൻ സ്വന്തക്കാരാ. അതെ, റിലേറ്റീവ്സ്. അതായത് നേരിട്ടൊന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചൂടെ? ഇനി ഒന്നും പറയണ്ട, ഞാനൊന്ന് നോക്കട്ടെ. നാട്ടിലെ പെൺകുട്ടികളെ പോലെ സോഫ്റ്റ് ആണോ കാട്ടിലെ പെൺകുട്ടികളെ? നീ എന്ത് കാണിക്കാൻ പോണു? കോമളിനെ കാണുന്നില്ല. ഈശ്വര, ഇനി കോരപ്പം കൊണ്ടുപോയോ? ഇറങ്ങി തപ്പിയാലോ? പേടിപ്പിച്ച് കളഞ്ഞല്ലടാ. എടാ കേറി വേണ, ആ കാലമടം വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. വരാൻ പറ്റൂല, അവനെ കൊണ്ടേ ഞാൻ വരും. നീ എന്തേ പറയുന്നേ? അതേടാ, വെള്ളത്തിനടിയിൽ വെച്ച് ഞാനൊരു കത്രിക പൂട്ടിട്ടു. അതോടെ അയാൾ എന്റെ പിടിയിലായി. എന്നിട്ട് അയാൾ എവിടെ? ഞാൻ തുപ്പാക്കി ശുദ്ധൻ, ഈ കാടിനെ കിടുകിടാ വിറപ്പിക്കുന്ന മാവീരൻ. ഈ കാട്ടിലെ വന്യമൃഗങ്ങളെ മുതൽ പോലീസുകാരെ വരെ തുരുതുരാ വെടിവെച്ചു കൊല്ലുന്ന കോരപ്പന്റെ ഒരേ ഒരു ദോസ്ത്. എന്റെ കണ്ണും വെട്ടിച്ച് ഞങ്ങളുടെ കാട്ടിൽ വന്ന് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് കളിക്കുന്നോടാ. നടക്കണ പറ, ആരൊക്കെയാ നിങ്ങൾ? എന്തിനാ ഇവിടെ വന്നത്? കോരപ്പൻ സാറിനെ പിടിക്കാനാ. കോരപ്പനെ പിടിക്കാനോ? എടാ ജാഞ്ഞൂലേ, പേരെങ്ങനെ മനസ്സിലായി? അത് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എടാ, എന്റെ അണ്ണന്റെ രോമത്തെ തൊടാൻ പോലും നിന്നെ കൊണ്ടത് സാധ്യമല്ല. എന്താ പറയുന്നത്? അല്ല, ഈ രോമം കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടണീ മുഴുവനായിട്ട് കിട്ടണം എന്ന് പറഞ്ഞാണ്. ലക്ഷക്കണക്കിന് പോലീസും പട്ടാളവും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യത്തിനാണ് നീയൊക്കെ വന്നിരിക്കുന്നത്. ഇതെങ്ങാനും കോരപ്പണ്ണൻ അറിഞ്ഞാലുണ്ടല്ലോ, അറിഞ്ഞാൽ ചോരപ്പുഴ ഒഴുകും. അല്ലെങ്കിലേ ശരീരത്തിൽ ചോരയില്ല, അതിന്റെ കൂടെ പുഴ കൂടെ ഒഴുകിയാല്. കോരപ്പനെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? 2000 ആനകളുടെ 4000 കൊമ്പുകൾ പറിച്ചെടുത്ത് മെത്തയൊരുക്കി അതിൽ അന്തി ഉറങ്ങുന്നവനാണ് കോരപ്പൻ. 25ഓളം ഫോറസ്റ്റുകാരെ ബന്ദികളാക്കി അവരുടെ കണ്ണുകൾ തുരന്നെടുത്തവനാണ് കോരപ്പൻ. ഇപ്പൊ പോലും അവിടെ ഒരു സംഘം പോലീസുകാരുടെ എല്ലുകൾ ചുള്ളിക്കമ്പ് പോലെ ഒടിക്കുകയാണ് കോരപ്പൻ. പോലീസുകാർ വന്നാലും തന്റെ ചെറിയ വിരൽ കൊണ്ട് അമ്മാനമാടുന്ന കോരപ്പണ്ണനെ ഈ കാട്ടിലെ കാണ്ടാമൃഗം, കടുവ, ആന, പുലി, എലി തുടങ്ങിയ വന്യമൃഗങ്ങൾക്ക് പോലും പേടിയാടാ. എലി വന്യമൃഗമാണോ? ഇവരെ കെട്ടറ കെട്ടി തുപ്പാക്കി ചേട്ടാ. ഇനി എന്നെ ആര് കെട്ടും? നിന്നെ ഞാൻ കെട്ടും. ഞാൻ പോയി കോരപ്പണ്ണനെ വിളിച്ചോണ്ട് വരാം. നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും. മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഈ കാട് ചുറ്റും ഞങ്ങളുടെ ആൾക്കാരാ. സൂക്ഷിച്ചോ, രക്ഷപ്പെടൂല. അണ്ണാ എവിടെ പോയി കിടക്കുന്നു? എന്താണ് കഴുതേ പോത്ത് പോലെ കിടന്ന് അലർന്ന്? അണ്ണാ, അങ്ങനെ പിടിക്കാൻ 4 പേര് പോലീസുകാരാന്നാ തോന്നണേ. എന്റെ അമ്മോ, ഇന്നെ റാഞ്ചാനായിരിക്കും. പണ്ടാറങ്ങള് കാട്ടിൽ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കൂലേ? അവിടെ നിൽക്ക്.
അവിടെ നിൽക്കാണ്. എവിടെയെങ്കിലും ഓടി ഇങ്ങനെ രക്ഷപ്പെടാൻ പോയി, നോക്കാതെ. പോയി. ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. വേണ്ടടാ, നീ പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ ഈ രീതിയിലായത്. ഓ, അണ്ണാ, അണ്ണാ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അണ്ണാ, വേണ്ട, നിൽക്കണോ? പോലീസ് പിടിച്ചാലും വേണ്ടില്ല. നീ പറഞ്ഞത് ഞാൻ കേൾക്കൂല. നിൽക്കാൻ. അയ്യോ, അമ്മോ. എന്റെ അമ്മ, ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ടങ്ങ് തോട്. അതിനെങ്ങനെയാണ് നീ പിടിച്ചോണ്ടിരുന്നത്? ഞാൻ എങ്ങനെ ഓടും? അന്ന് ഇനി ഓടേണ്ട ആവശ്യം വരില്ല. പകരം നീ ഓടി എന്നെ പിടിച്ചോടുക്കാൻ പോവാണല്ലേ? അതല്ല, അവരെ നാലുപേരെ ഞാൻ കെട്ടി. ആ, നിനക്ക് അതിനുള്ള യോഗയുള്ളൂ, അല്ലാതെ പെണ്ണിട്ടാനുള്ള യോഗം നിനക്കില്ല. ഓ, അതല്ല, അവരെ നാലുപേരെ മരത്തെ പിടിച്ച് കെട്ടി. എന്ത് പോകരുത് കാണിച്ചേ? നീ അവരെന്ത് ചെയ്യാൻ പോണ്? ഞാനൊന്നും ചെയ്യാൻ പോണില്ലേ. ആശാന്റെ വീരസാഹസിക കഥകളാണെന്നും പറഞ്ഞ് ഞാൻ കുറെ കള്ള കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അവന്മാര് കേട്ട് കിടകിടാ വിറച്ചു. നാട്ടിലെ കോരപ്പനല്ല കാട്ടിലെ കോരപ്പൻ എന്ന് അവന്മാര് നാട്ടിൽ ചെന്ന് പറഞ്ഞാലുണ്ടല്ല. ഇവിടുത്തെ മനസമാധാനം കൂടി പോവും, അല്ലാതെ എന്താ? എന്നാലും എന്റെ തുപ്പാക്കി ഈ ആവശ്യമില്ലാത്ത കഥകളൊക്കെ എന്താണ് അവരോട് എന്ന് പറഞ്ഞത്? എന്നാ ഞാനിപ്പോ വരാം. എവിടെ പോണ്? അവന്മാരോട് സത്യം മുഴുവൻ തുറന്നു പറയാൻ പോണ്. എന്തെന്ന്? ആശാൻ ഒരു പേടിത്തൊണ്ടനാണെന്നും ഒരു ഉണക്ക തുപ്പാക്കിയും ഒരു കപ്പടാ വീസയും കുറെ കള്ള കഥകളും അല്ലാതെ ഒരു ചുക്കുമില്ലെന്നും വേണമെങ്കിൽ പുല്ലുപോലെ പിടിച്ചോണ്ട് പൊയ്ക്കോന്ന് പറയാം. അപ്പൊ സമാധാനാവുമല്ലോ. വേണ്ട വേണ്ട, അതൊന്നും അവരോട് പറയണ്ട. എന്നാലേ ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്ന കൊണ്ട് കേക്ക്. ഈ തോക്ക് അങ്ങോട്ട് പിടിക്ക്. ആദ്യം അവന്മാരെ ഒരു വിരട്ട് വരണം, പിന്നെ തട്ടണം. ഞാനോ? ആ വിവരം ഈ നാട് മുഴുവനും അറിയണം. എന്നാ പൂർത്തിയായി. ആ ചെവി കൊണ്ടേ ഒരു രഹസ്യം പറയട്ടെ. ആരൊന്നും കേൾക്കാനില്ലാതെ കാറ്റുന്നാണ് ചെവിയിലെ രഹസ്യം പറഞ്ഞു തൊലക്കടോ ഈ ഞാൻ പേച്ചി. നാട്ടിൽ കിടന്ന് നാട്ടുകാരെ കൈകൊണ്ട് ചാവാനായിരുന്നു യോഗം. അതിപ്പോ കാട്ടിൽ കിടന്ന് കോരപ്പന്റെ കൈകൊണ്ട് ആവുമല്ലോ എന്റെ ഈശ്വര. ഞാൻ അപ്പോഴേ പറഞ്ഞ കാട്ടിക്കിടന്നുള്ള ഈ കളി വേണ്ടെന്ന്. ഇപ്പൊ അനുഭവിച്ചോ? നീ എപ്പോ പറഞ്ഞു? ഞാനല്ലേ പറഞ്ഞു, അപ്പൊ ആരും കേട്ടില്ലല്ലോ. നീ ഒന്നും അല്ലടാ തെണ്ടികളെ, ഞാനാ പറഞ്ഞത്. ഒന്നല്ല 100 വട്ടം. അന്ന് നീക്ക് കേട്ടാ? പെണ്ണ തോക്ക് കയ്യെന്ന് പോകരുത് കേട്ടാ. അയ്യോ, നാല് നല്ല തടിമെടുക്കന്മാര്. ഞാനില്ല, എന്റെ കുട്ടികൾ പറ്റില്ലാവും. ഓ, ഞാനില്ല, വിട്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. അയ്യോ, കോരപ്പൻ. എന്താ മോ? എന്റെ കർത്താവേ. നിക്കണില്ലടാ. എന്തു പറ്റിയണ്ണ? ഒന്നുമില്ല, ഒച്ചടച്ചു പോയി. കണ്ട കഴുത്തി തിരിച്ചുകൊല്ലാനാ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഓവർ ആക്കണ്ടെന്ന്. അവന്മാരങ്ങനെ ഇറങ്ങി വന്ന് ഇടിച്ചാൽ ഇത് കാറ്റ് പോവും. അത് ആലോചിച്ചിട്ട് എനിക്ക് കയ്യും കാലും നിറച്ച് നിൽക്കാൻ വയ്യ. ധൈര്യമായിട്ട് കൈയൊട്ടാനാണെന്നാ തോന്നുന്നു. നാട്ടുകാർക്ക് വെട്ടി വെട്ടി നിനക്ക് ഒരു ഓർമ്മയുള്ളൂ. ഞാൻ തിരിച്ചു പോവാണ്. ഈ എന്നവരെ അയച്ചു വിട്ടാള്. വേണ്ട, കുറച്ചു നാൾ കിട്ടിയിട്ട് വരട്ടാം. അതിന് അവന്മാർക്ക് തീറ്റ നിന്റെ അപ്പൻ കൊടുക്കുവോ? അപ്പനെ തട്ടാനാ പ്ലാൻ. പോയി അവന്മാരെ വരട്ടിയില്ലെങ്കിലേ ഉള്ള കഥയൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞു കൊടുക്കും. പോലീസുകാർ കാട്ടി വന്ന് പൊക്കി എടുത്തോട്ട് പോകും. ചതിക്കല്ലോ തുപ്പാക്കി. എന്നാ തുപ്പാക്കി കൂടി വാ, നമുക്കൊപ്പരം പോയി നോക്കാം. തുപ്പാക്കി തുപ്പാക്കിയിട്. അയ്യോ, ഞങ്ങളെ കൊല്ലല്ലേ. ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കാട്ടിൽ കയറി? ഒരു അബദ്ധം പറ്റി കാട്ടി കയറി പോയതാ. കാട്ടിൽ പോയിട്ട് ഞങ്ങൾ നാട്ടിൽ പോലും കയറൂല. ആ എലുമ്പനെ പിടിച്ച് ഈത്തപ്പുലി കിട്ടൂടി. അടുത്ത് നിൽക്കുന്ന മന്ദബുദ്ധിയായി പിടിച്ച് ആനക്കൂട്ടത്തിൽ എറിഞ്ഞുകൂടി ചവിട്ടി അരക്കട്ടെ. ഞങ്ങളെ കൊന്ന ഒരുപാട് പെൺകുട്ടികൾ വഴിയാധാരമായി പോകും കോരപ്പൻ ചേട്ടാ. ഒരു ദയ ഞാൻ നിങ്ങളോട് കാണിക്കാം. ഒരുത്തനെ ഞാൻ വെറുതെ വിടാം. നാട്ടിൽ പോയിട്ട് എന്റെ വീരകഥകൾ പ്രചരിപ്പിക്കാൻ അതാരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതെ, ഒരു സംശയം വേണ്ട, എന്നെ വിട്ടാ മതി. ഞാൻ നല്ല പരസ്യം കൊടുക്കാം. ഉറപ്പിച്ചിട്ട് ഇവൻ കാലൂർ, ഞാൻ പോയി പറയാം. എന്റെ മേഴ്സിയെ വിധവയാക്കരുത് ചേട്ടാ. എന്നെ വിട്ടോളൂ, പക്ഷെ ഒരു നിബന്ധന. അതിർത്തി കടക്കുവോളം കോരപ്പൻ ചേട്ടൻ കൂടെ വരണം. കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് പോയി എനിക്ക് പേടിയാ. തുപ്പാക്കി അണ്ണാ, ഇവന്മാര് ശരിയല്ല. ഞാൻ എന്റെ തീരുമാനം മാറ്റാണ്. ഒരുത്തനെ ഞാൻ വെറുതെ വിടൂല. വിടണ്ട, വെക്കണ്ട വിടി. കൂടുതൽ ഉന്നം വെക്കണ്ട, ഉണ്ട ഇല്ല. ഉണ്ടെങ്കിലും എനിക്ക് ഉന്നല്ല. എന്തെയും പറഞ്ഞ പിന്തിരിപ്പിക്കണാത്ത എന്തി. അണ്ണാ, ഇത് ദുർഗാഷ്ടമിയാണ്, മനുഷ്യക്കുരുതി പാടില്ല. ഓഹോ, നേരോ? അതിന്നാ? ദുർഗാഷ്ടമിയും പൗർണമി ആയതുകൊണ്ട് കുരുതി നാളത്തേക്ക്. കേട്ടോ, ഈ കാട് എനിക്ക് സ്വന്താ, കോരപ്പന്റെ മാത്രം. മനുഷ്യഗന്ധം ഇവിടെ വന്നാൽ
തേടിപ്പിടിച്ച് കുടൽമാലെടുത്ത് മപ്പാസ് പോരേണ നമുക്ക് ഒരു നാളെ തട്ടാം. ശരി, നാളെങ്കിൽ നാളെ. നാളെ നമ്മളെ കൊല്ലും. എല്ലാവരും വയറും തൊട്ടിച്ച് ഇനി ഒട്ടാനൊന്നുമില്ല, അല്ല തന്നെ ഒട്ടിയിരിക്കുക. എടാ കോമള നീ നൂണ്ടരുത്. ഞൂണ്ട് വരണം. അയ്യോ, ഞാൻ പുറത്തായി. ഇനി ഓരോരുത്തരായിട്ട് ഞൂണ്ടിറങ്ങി. വന്ന് കെട്ടച്ചു റപ്പിട്ട. ഇറങ്ങി ഇറങ്ങി. ഓടിക്കോ. വേഗം രക്ഷപ്പെട്ടോ. ഓടിക്കോ. വേഗം ഓട്, ഓട്. പോകാം, വാ. അയ്യോ, വരൂ. ആടാ. ഓടി വരാ. ഓടിക്കോ. നമ്മൾ രക്ഷപ്പെട്ടു. ഓടാ വേഗം.